ഇതാ പ്രശാന്തേട്ടൻ പൂത്തിട്ട് കഴിയാനായിട്ടാ. 3 കളറേ നമ്മ വാങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഇതാ നല്ല ഭംഗിയിൽ പൂടുന്നുണ്ട് കേട്ടോ. കൂട്ടറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചേനയും കായും കൂടി മുറിക്കേനെ. കായ് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതാ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ചേന മുറിക്കുന്നു. എല്ലാം കുറച്ച് കുറച്ച് ആക്കുക. കൂടുതലാക്കുന്നില്ല, കഴിയുന്നില്ല. സുഖമില്ല, പനിയാന്നേ. അതുകൊണ്ട് കുറച്ചാക്കാൻ വിചാരിച്ചു. ഓണല്ലേ. ഇതെല്ലാം അവിയലിൻ്റെ കഷ്ണമാണ്. പിന്നെ ഇത് ഓലൻ. കുമ്പളങ്ങയും പയറിലും ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ മറ്റേ പയറവിടെ പുതിർത്തിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പായസത്തിന്. ഇത് ഇഡലി ചുടുന്നതാണ് ചായക്ക് രാവിലത്തെ. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേകുന്നുണ്ട്. പ്രധാനമായിട്ടെടുത്ത് വെളുത്തുള്ളി ചൂടി കളയുന്നത്. നമ്മൾ ചിക്കനും ആക്കോട്ടെ ഓണത്തിന്. ഇങ്ങോട്ടെല്ലാം ചിക്കൻ പ്രധാനമാണ്. ചിക്കൻ വറുക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എല്ലാം ചൂടി കളയുന്നത്. പ്രഥമൻ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. പരിപ്പ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. തിളക്കുന്നുണ്ട് കേട്ടോ. ചായക്ക് ഇഡ്ഡലിയാന്നാക്കിയത്. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ഇന്ന് ചായക്ക് പലഹാരം ആക്കാത്ത ആളുണ്ടെങ്കിൽ വന്നാട്ടോ. വന്നാൽ ഇഡ്ഡലിയും സാമ്പാറും തിന്നിട്ട് പോവാം. പയറ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലാണ്. അവിയൽ പായസം റെഡി ആയിട്ടുണ്ട്. ചോന്നരിയിലെ ചോറ്. ആയത്തിന് വിളിക്കോ ചേട്ടാ. അപ്പോൾ നമ്മളുടെ ഓണസദ്യ കഴിക്കട്ടെ.